ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പിറന്നാളിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് നട്ട്സ് ഉള്ളത് അതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ കശുവണ്ടിയും പിസ്തയാണ് വറുത്തെടുക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് നന്നായി നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ക്യാരറ്റിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഈ ക്യാരറ്റ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ പായസത്തിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർക്കാതെ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ വഴണ്ടും കിട്ടും കേട്ടോ, കാരണം നമ്മൾ തീരെ പൊടിയായിട്ടല്ലേ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്കിനി വേണ്ടത് ചൗവരിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ചൗവരി വെള്ളത്തിൽ നന്നായി കുതിർത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ദേ കണ്ടില്ലേ, നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ചൗവരി ചേർത്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് കണ്ടില്ലേ, ക്യാരറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് അതിന്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ രണ്ടും ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, ലാസ്റ്റ് നോക്കിയിട്ട് മധുരത്തിനായി ലേശം പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ഒന്നുകൂടെ ക്രീമി ആകും, അത്രയേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഈ ചൗവരിയും പെട്ടെന്ന് വേവും, നമ്മൾ കുതിർത്തതായതുകൊണ്ട്. എന്നിട്ട് പെട്ടെന്ന് കുറുകിയും വരും. ചൗവരിയുടെ ഒരു സ്റ്റാർച്ചി ടെക്സ്ചർ ഉള്ള ഒരു സാധനമല്ലേ, അപ്പോൾ പെട്ടെന്ന് കുറുകിയും വരും. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ചെറുതീയിൽ ഇത് കുറുക്കി കുറുക്കി എടുക്കണം. നമ്മുടെ ഒരു കൺസിസ്റ്റൻസി, നമുക്ക് എത്രയാണ് കൺസിസ്റ്റൻസി ഈ പായസത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഒത്തിരി കുറുകാൻ നോക്കി നിൽക്കരുത്, കാരണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടെ കുറുകും ഈ പായസം. അപ്പോൾ ഇത് ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് അതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്യുക. അപ്പോൾ അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ കൺസിസ്റ്റൻസിയിലോട്ട് വന്നോളും. പിന്നെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം നമ്മളിതൊരു ക്രീമി ആയ ഒരു പായസമാണ്. അന്നേരം ഈ സൈഡ് എല്ലാം പിടിക്കും. അപ്പൊ നമ്മളത് സ്പാച്ചില കൊണ്ട് തന്നെ അത് ചിരണ്ടി ഇടാനിട്ട് നോക്കുക. നമ്മുടെ റബഡിയൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെയൊക്കെ ഉള്ളൊരു, ഈ കുൽഫിയൊക്കെ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ അങ്ങനെയൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ എന്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ. ഇവിടെ എല്ലാം ക്യാരറ്റിന്റെ ആണോ അത് ഏലക്കയുടെ ആണോ, നല്ലൊരു മണമാണ്. ഇതല്ലേ, പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കാരണം തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസിലേക്ക് തണുത്ത് കഴിയുമ്പോൾ വരും. ഇത് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ പായസത്തിന് പകരമായിട്ട് ഒരു തണുത്ത ഒരു സ്വീറ്റ് ഡിഷ് ആയിട്ടും വിളമ്പാം. അതായത് പായസം അല്ലാതെ നമ്മൾ ഈ ഐസ്ക്രീംസ് ഒക്കെ വിളമ്പില്ലേ, അതുപോലെ നമുക്ക് വിളമ്പാം കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴാണ് എനിക്കിത് കൂടുതൽ ഇഷ്ടം. അവിടെ തണുത്തിട്ടോ അല്ലെങ്കിൽ ചൂടോടെ നമുക്കിത് വിളമ്പാം. നല്ല എളുപ്പമുള്ള റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിപ്പോ കണ്ടില്ലേ, നല്ല ക്രീമി അല്ലേ. ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ഇരിക്കുന്നതാണ് രസം. നല്ല കളറുണ്ട്, നല്ല മണമുണ്ട്. ഇതിന്റെ സ്പെഷ്യൽ ഒരു ടേസ്റ്റും ക്യാരറ്റ് ഹൽവയൊക്കെ കഴിക്കുന്ന പോലെ. അപ്പൊ ട്രൈ ചെയ്യാം.